PSC അടുത്ത കാലത്ത് ചോദിച്ച ചോദ്യം, അതുമായി ബന്ധപ്പെട്ട് മുൻകാലങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളിലെ വസ്തുതകൾ, അനുബന്ധ വരാൻ സാധ്യതയുള്ള കണക്റ്റഡ് ഫാക്ട്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു സീരീസ് ആണിത്. ഇന്ന് നമ്മൾ ഹരിത വിപ്ലവവും പഞ്ചവത്സര പദ്ധതിയുമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ വീഡിയോ കാണുക. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഇതിന്റെ ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് കിട്ടും. ആ ഡീറ്റെയിൽഡ് നോട്ട് വായിക്കുക, നിങ്ങളുടേതായ നോട്ട് കുറിക്കുക. അതിനുശേഷം ഇതിൽ നിന്നൊരു എക്സാം ലഭിക്കും. ശരിയുത്തരത്തിന് +1ഉം തെറ്റായ ഉത്തരത്തിന് 0.33 മാർക്ക് നൽകിക്കൊണ്ട് അത് പ്രാക്ടീസ് ചെയ്യുക. 5 മിനിറ്റ് സമയമേ വിടുന്നു. ഡീറ്റെയിൽഡ് നോട്ടും അതുപോലെ തന്നെ ദിനംപ്രതി ഇത്തരത്തിലുള്ള ക്വിസുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് രഘുനാഥൻ MB. വിൻഡോസ് 2ന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഹരിത വിപ്ലവവും പഞ്ചവത്സര പദ്ധതികളുമാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത്. ഏതാ പഞ്ചവത്സര പദ്ധതി കാലം? 3ാം പഞ്ചവത്സര പദ്ധതിക്കാലം. ഈ 3ാം പഞ്ചവത്സര പദ്ധതിക്കാലം കാർഷിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നിരുന്നു. കാരണം ഹരിത വിപ്ലവം നിങ്ങൾക്കറിയാം, കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ്. ധവള വിപ്ലവം അതെന്തുമായി ബന്ധപ്പെട്ടതുമാണ്? പാലിന്റെ ഉൽപാദനവുമായി ബന്ധപ്പെട്ട വിപ്ലവമാണ്. ഓരോ പഞ്ചവത്സര പദ്ധതി കാലത്തും പ്രധാനമായി നടന്ന ഇന്ത്യയുടെ വികസനത്തിൽ നടന്ന 4 പഞ്ചവത്സര പദ്ധതി കാലത്ത് ഇന്ത്യയുടെ വികസനത്തിൽ നടന്ന പങ്കിനെ കുറിച്ചും നമുക്കൊന്ന് നോക്കാം. അപ്പോ നിങ്ങൾ ഓർക്കുക, ഹരിത വിപ്ലവവുമായി നിങ്ങൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? ഹരിത വിപ്ലവം എന്ന് പറയുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്ത് നടന്നു? ഹരിത വിപ്ലവം 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നടന്നിട്ടുള്ളത്. 3ാം പഞ്ചവത്സര പദ്ധതി അത് ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അപ്പോൾ ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നമുക്ക് ആദ്യം 1ാം പഞ്ചവത്സര പദ്ധതി കാലത്തെ ചില പ്രവർത്തനങ്ങളിലേക്ക് നോക്കാം. 1ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണെന്ന് ചോദിച്ചാൽ അത് 1ാം പഞ്ചവത്സര പദ്ധതി കാലമാണ്. അത് 1952. എന്നാൽ ഈ കുടുംബാസൂത്രണം മാത്രമല്ല, വിദ്യാഭ്യാസ, ആരോഗ്യ, ഗ്രാമ വികസന മേഖലകളിൽ പല സ്ഥാപനങ്ങൾ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതും കൂടി ഓർക്കണം. 1ാം പഞ്ചവത്സര പദ്ധതിക്കാലം കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പഞ്ചവത്സര പദ്ധതിക്കാലം തന്നെയാണ്. പക്ഷെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാർ എല്ലും തോലുമാക്കി പോയ ഇന്ത്യയെ അതിന്റെ പശ്ചാത്തല സൗകര്യത്തിൽ മറ്റു പല കാര്യങ്ങളിലും നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതിനാണ് നമ്മൾ പഞ്ചവത്സര പദ്ധതി ആസൂത്രണം ചെയ്തത്. ഈ പഞ്ചവത്സര പദ്ധതി നമുക്കറിയാം. നമ്മൾ പഞ്ചവത്സര പദ്ധതി എന്നുള്ള ആശയം കടമെടുത്ത രാഷ്ട്രമുണ്ട്. അതേതാണ് രാഷ്ട്രം? അത് സോവിയറ്റ് റഷ്യയിൽ നിന്നാണ് പഞ്ചവത്സര പദ്ധതി അതുപോലെ തന്നെ ആസൂത്രണമൊക്കെ നമ്മൾ കടമെടുക്കുന്നത്. അപ്പൊ പഞ്ചവത്സര പദ്ധതി നമ്മൾ കടമെടുത്തിട്ടുള്ളത് പഴയ യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക്കിൽ നിന്നാണ്, USSRൽ നിന്നാണ്. ഓർക്കുക, 2 കാരണമുണ്ട്. ഇന്ത്യയുടെ സമ്പൽ വ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു മിശ്ര സമ്പൽ വ്യവസ്ഥയാണ്. എക്കണോമിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ത്യയുടെ സമ്പൽ വ്യവസ്ഥ എന്ന് പറയുന്നത് എങ്ങനെയുള്ള സമ്പൽ വ്യവസ്ഥയാണ്? മിശ്ര സമ്പൽ വ്യവസ്ഥയാണ്. ഈ മിശ്ര സമ്പൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഉൽപാദനോപാധികളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ സമ്പൽ വ്യവസ്ഥകളെ 3ആക്കി തരംതിരിച്ചിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടതാണ്. ഉൽപാദനോപാധികളുടെ ഉടമസ്ഥതയുടെ അടിസ്ഥാനത്തിൽ എന്ത് തിരിച്ചിട്ടുണ്ട്? സമ്പൽ വ്യവസ്ഥകളെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണ് ഉൽപാദനോപാധികൾ? ആ ഉൽപാദനോപാധികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങൾക്കറിയാമല്ലോ, ഉൽപാദനം എന്ന് പറഞ്ഞാൽ ചരക്കായിട്ട് ഉൽപാദനം നടക്കും, സേവനമായിട്ട് ഉൽപാദനം നടക്കും. ഉൽപാദനം എന്തൊക്കെയായിട്ട് നടക്കും? ചരക്കുകൾ, ഗുഡ്സ്, സാധനങ്ങളായിട്ടും സേവനങ്ങളായിട്ടും ഉൽപാദനം നടക്കും. ഇതിൽ ചരക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാറ് നിർമ്മിക്കുകയാണ്, അതൊരു സാധനമാണ്, അതിനെയാണ് ചരക്ക് എന്ന് പറയുന്നത്. പക്ഷെ ഞാനിവിടെ ഒരു ക്ലാസ് എടുക്കുകയാണ്. ഈ ക്ലാസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ, ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന ഡോക്ടറുടെ സേവനം, ഇതൊക്കെ സേവനമാണ്. ഈ ചരക്കും സേവനവും ഉൽപ്പാദിപ്പിക്കുന്ന ഉപാധികളുണ്ട്. ഇപ്പൊ ഞാൻ ഈ ക്ലാസ് ഉൽപ്പാദിപ്പിക്കുന്നത് എങ്ങനെയാണ്? എൻ്റെ അടുത്തൊരു ലാപ്ടോപ്പ് ഉണ്ട്, അതിന് വേണ്ട സാങ്കേതിക വിദ്യകളുണ്ട്. OBS എന്ന് പറയുന്ന ഒരു സാങ്കേതിക വിദ്യയുണ്ട്, അതെൻ്റെ കയ്യിൽ വേണം.
അതുകൂടാതെ ഈ ക്ലാസ് എടുക്കുന്നതിനുമായിട്ടുള്ള പല ടൂളുകളും വേണം. ഇപ്പോൾ പെൻഡാബ് എന്ന് പറയുന്ന ഈ ടൂൾ ഉണ്ട്. ഇതൊക്കെ ഉൽപാദനോപാധികളാണ്. ഒരു കാർ ഉണ്ടാക്കുമ്പോൾ ഫാക്ടറി വേണം, ആ ഫാക്ടറി ഭൂമി വേണം, ആ ഫാക്ടറിയിൽ സാങ്കേതിക വിദ്യ വേണം, മെഷീൻസ് വേണം. ഇങ്ങനെ ഉൽപാദനത്തിന് ഉപാധികൾ, ആ ഉൽപാദനോപാധികൾ ആരുടെ ഉടമസ്ഥതയിലാണ് എന്നതിനെ അടിസ്ഥാനമാക്കി മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട് സമ്പൽ വ്യവസ്ഥകളെ. ആ മൂന്നാക്കി തരംതിരിച്ച സമ്പൽ വ്യവസ്ഥകൾ എന്ന് പറഞ്ഞാൽ, ഒന്ന് സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ ആണെങ്കിൽ അത് മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയാണ്. സ്വകാര്യ വ്യക്തികളോ സ്ഥാപനങ്ങളോ ആണെങ്കിൽ മുതലാളിത്ത സമ്പൽ വ്യവസ്ഥയിൽ വിപണിയാണ്, വില മെക്കാനിസമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുക. വില മെക്കാനിസം എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ വിപണിയിൽ ഡിമാൻഡ് വന്നാൽ എന്ത് ചെയ്യും? അതിന്റെ വില കൂടും. ഡിമാൻഡ് വന്നാൽ വില കൂടും, കാരണം കിട്ടാനില്ല, നല്ല ഡിമാൻഡാണ്. വില കൂടിക്കഴിഞ്ഞാൽ ലാഭം കൂടുതൽ, കാരണം കൂടുതൽ ആളുകൾ അത് ഉൽപ്പാദിപ്പിക്കും. അത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ലാഭം കിട്ടും. ലാഭം കണ്ട് കൂടുതൽ കമ്പനികൾ അത് ഉൽപ്പാദിപ്പിച്ചാൽ സാധനം ധാരാളമായിട്ട് വിപണിയിൽ ലഭ്യമാകും. അപ്പൊ ഡിമാൻഡ് കുറയും. അപ്പൊ ഡിമാൻഡ് കുറയുമ്പോൾ, കാരണം ധാരാളം ഉണ്ട്, സപ്ലൈനേക്കാട്ടിലും കൂടുതൽ എന്താണ് ഡിമാൻഡ് ഉണ്ട്, അല്ല ഡിമാൻഡിനേക്കാൾ കൂടുതൽ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇതിന്റെ വില കുറയും. വില കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ എന്ത് ചെയ്യും? ഒരു മെക്കാനിസം. ആ വില മെക്കാനിസം, ലളിതമായി പറഞ്ഞാണ്, ആ വില മെക്കാനിസമാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുക. ഓക്കെ. അതേസമയം അവിടെ ഉൽപാദനോപാധികൾ മുതലാളിത്തത്തിൽ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലാണ്, അല്ലെങ്കിൽ സ്ഥാപനങ്ങളുടെ കയ്യിലാണ്. എന്നാൽ ഉൽപാദനോപാധികൾ ആരുടെ കയ്യിലാകുമ്പോൾ, അത് പൊതു ഉടമസ്ഥതയിലാകുമ്പോൾ, ഉൽപാദനോപാധികൾ സ്റ്റേറ്റിന്റെയോ പൊതു ഉടമസ്ഥതയിലെയോ ആകുമ്പോൾ അതിനെയാണ് സോഷ്യലിസ്റ്റ് സമ്പൽ വ്യവസ്ഥ എന്ന് പറയുക. ഇപ്പൊ മുതലാളിത്തത്തിൽ സ്വകാര്യ സ്വത്തവകാശമുണ്ട്. സ്വത്ത് എന്ന് പറഞ്ഞാൽ ഫാക്ടറി സ്വത്താണ്, ഭൂമി സ്വത്താണ്, പണം സ്വത്താണ്, സ്വകാര്യ സ്വത്തവകാശമുണ്ട്. അത് പാരമ്പര്യമായി കൈമാറുകയും ചെയ്യാം. എന്നാൽ മുതലാളിത്തത്തിൽ അങ്ങനെ സ്വകാര്യ സ്വത്തവകാശമോ പാരമ്പര്യമായി കൈമാറാനോ പറ്റില്ല. സോഷ്യലിസത്തിൽ അവിടെ മുതലാളിത്തത്തിൽ വില മെക്കാനിസമാണ് പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് എങ്കിൽ, സോഷ്യലിസത്തിൽ ആസൂത്രണം, അഥവാ അവിടെ ആസൂത്രണം ഉണ്ട്. എന്താണ് ആസൂത്രണത്തിന്റെ കാരണം? അവിടെ കാര്യങ്ങൾ പരിഹരിക്കുന്നത്, അവിടെ വില നിയന്ത്രിക്കുന്നതിനൊക്കെ തന്നെ സ്റ്റേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പൊതു ഉടമസ്ഥതയുണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ പ്രധാനപ്പെട്ട ഒരു ടൂളാണ് കേന്ദ്രീകൃത ആസൂത്രണം. അപ്പോൾ നിങ്ങൾക്കറിയാം, യുണൈറ്റഡ് സോഷ്യലിസ്റ്റ് സോവിയറ്റ്, ആ സോവിയറ്റ് റഷ്യ എന്ന് പറയുന്നത് ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമായിരുന്നു. അവിടെ കേന്ദ്രീകൃത ആസൂത്രണമായിരുന്നു. അതിന്റെ ഭാഗമായ പഞ്ചവത്സര പദ്ധതികളാണ് ഇന്ത്യ കടമെടുത്തത്. അപ്പൊ ഇന്ത്യ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രമാണോ? അല്ല. ഇന്ത്യയുടെ സമ്പൽ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് മിശ്ര സമ്പൽ വ്യവസ്ഥയാണ്. എന്താണ് മിശ്ര സമ്പൽ വ്യവസ്ഥയുടെ പ്രത്യേകത? അത് മുതലാളിത്തത്തിന്റെയും അതുപോലെ തന്നെ സോഷ്യലിസത്തിന്റെയും രണ്ടിന്റെയും എന്തുകൊള്ളും നല്ല വശങ്ങൾ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ത്യയിൽ സ്വകാര്യ സംരംഭകരുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോ അംബാനി, ആദാനി, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ലുലു ഗ്രൂപ്പ് പോലെ ഒക്കെ സ്വകാര്യ സംരംഭകരോ സ്ഥാപകരോ ഉണ്ട്. എന്നാൽ സോഷ്യലിസത്തിൽ അതല്ല, അവിടെ പൊതു ഉടമസ്ഥതയിലാണ്. എന്നാൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലെ, റെയിൽവേ പോലെ പൊതു ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും ഇന്ത്യയിലുണ്ട്. അപ്പൊ രണ്ടു കൂട്ടരുമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ആസൂത്രണം എടുത്തു. അതിന്റെ അർത്ഥം നമ്മൾ എന്തല്ല, സോഷ്യലിസ്റ്റ് രാഷ്ട്രമല്ല, നമ്മുടേത് ഒരു മിശ്ര സമ്പൽ വ്യവസ്ഥയാണ്. ചോദിച്ചിട്ടുണ്ട്, ഓർമ്മിക്കുക. അപ്പൊ നമ്മൾ ആസൂത്രണം എടുത്തത് സോവിയറ്റ് റഷ്യയിൽ നിന്നാണ്. ആസൂത്രണം എടുത്തത് എവിടെ നിന്നാണ്? സോവിയറ്റ് റഷ്യയിൽ നിന്നാണ്. അല്ലെങ്കിൽ പഞ്ചവത്സര പദ്ധതി എടുത്തത് സോവിയറ്റ് റഷ്യയിൽ നിന്നാണ്. അപ്പൊ പഞ്ചവത്സര പദ്ധതിയിലേക്ക് നമ്മൾ പോകുമ്പോൾ, ആ പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി നമ്മൾ എന്തുണ്ടാക്കുന്നുണ്ട്? നാട്ടിൽ ഒട്ടനവധി വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആസൂത്രണം ചെയ്തുകൊണ്ടാണ്. അങ്ങനെ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഒട്ടനവധി വികസനങ്ങൾ ഉണ്ടായി. ആ വികസനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഏതെല്ലാം മേഖലകളിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ, ഗ്രാമവികസന മേഖലകളിൽ പല സ്ഥാപനങ്ങളും ആരംഭിച്ചു. ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് അവിടെ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. കൂടിക്കൊണ്ടിരിക്കുന്ന ജനസംഖ്യ കുറയ്ക്കുക എന്നുള്ളതൊക്കെ തന്നെ അന്നത്തെ വലിയ എന്തായിരുന്നു? ലക്ഷ്യങ്ങളായിരുന്നു.
എന്തെല്ലാം ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലം എടുക്കുകയാണെങ്കിൽ അവിടെ എന്തെല്ലാം കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത്? കൃഷിക്ക് പ്രാധാന്യമുണ്ട്, പക്ഷേ ഇവിടെ പ്രധാനമായി നിങ്ങൾ ഓർക്കുക കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം കൊടുത്തു. കുടുംബാസൂത്രണത്തിന് മാത്രമല്ല, പല സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. അത് വളരെ ഓർക്കണം. ആ സ്ഥാപനങ്ങൾ എന്താണെന്ന് നമുക്ക് പഠിക്കാം. എവിടെയൊക്കെയാണ് സ്ഥാപനങ്ങൾ വന്നത്? മറന്നു പോകേണ്ട. സ്ഥാപനങ്ങൾ വന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ, ആരോഗ്യ, ഗ്രാമവികസന മേഖലകളിൽ പല സ്ഥാപനങ്ങളും വന്നു. എവിടെയൊക്കെയാ പല സ്ഥാപനങ്ങൾ വന്നത്? വിദ്യാഭ്യാസ മേഖലയിൽ വന്നു, ആരോഗ്യ മേഖലയിൽ വന്നു, അതുപോലെ തന്നെ ഗ്രാമങ്ങളിൽ, ഗ്രാമവികസനത്തിൽ ഒക്കെ തന്നെ പല പദ്ധതികളും സ്ഥാപനങ്ങളും വന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ച് ഒരു ഏകദേശ ധാരണ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കുമല്ലോ. ഇന്ന് പഞ്ചവത്സര പദ്ധതി ഇല്ല, അതിന് പകരം നീതി ആയോഗാണ്, അല്ലെ? പഞ്ചവത്സര ആസൂത്രണ കമ്മീഷൻ ഇല്ല, അതിന് പകരം നീതി ആയോഗാണ്. പഞ്ചവത്സര പദ്ധതികൾ അവസാനിച്ചിട്ടുണ്ട്. പക്ഷെ പഞ്ചവത്സര പദ്ധതി ഇപ്പോഴും കേരള PSCക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇപ്പൊ സ്ഥാപിച്ച സ്ഥാപനങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാം നിങ്ങൾ ഓർക്കുക, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം 1952, സാമൂഹിക വികസന പദ്ധതി. ആ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം പലപ്പോഴും PSC പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്ന് വന്നത് അപ്പോ ഏതാണ്? ഇവിടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ്, യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ UGC, സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. വിദ്യാഭ്യാസ മേഖലയിലോ 5 IITകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഏതെല്ലാമാണ് 5 IITകൾ? ഖരഗ്പൂർ, ബോംബെ, മദ്രാസ്, കാൺപൂർ, ഡൽഹി. ഗതാഗത മേഖലയിൽ വ്യോമ ഗതാഗതം ദേശസാൽക്കരിച്ചത് 1953-ലാണ്. ഇന്ന് വ്യോമ ഗതാഗതമൊക്കെ സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ട്, അല്ലെ? പുത്തൻ സാമ്പത്തിക നയങ്ങൾ പ്രകാരം. ഇപ്പൊ ഗ്രാമത്തിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. സൂക്ഷ്മ ചെറുകിട ഗ്രാമീണ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായി കാർവേ കമ്മിറ്റി രൂപീകരിച്ചത് 1955-ആണ്. കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിക്കുന്നത് 1955-ലാണ്. അപ്പോ ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഒട്ടനവധി സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. കുടുംബാസൂത്രണം ഉണ്ട്, കൃഷിക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ഒട്ടനവധി സ്ഥാപനങ്ങളുണ്ട്. അതിൽ ഒന്നാണ് ഒരു പദ്ധതി കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, CDP. നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കണം. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ 1952-ൽ ദേശീയ ആസൂത്രണ കൗൺസിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ 1951-ൽ, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് 1953-ൽ, വളരെ പ്രധാനപ്പെട്ട ഓർക്കേണ്ടതാണ് യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ 1953 ഡിസംബർ 28-ന്. അതുപോലെ തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ, മുതലിയാർ കമ്മീഷൻ വരുന്നുണ്ട് 1952. അതുപോലെ തന്നെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി 1955 എന്നുള്ള വർഷം ഓർക്കുക. ദേശസാൽക്കരണം നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ മേഖലയിൽ എന്ത് നടന്നു എന്നുള്ളത് പിന്നീട് നോക്കാം. അപ്പൊ ഇതൊറച്ചോ ഏതെല്ലാമാണ് വന്ന സ്ഥാപനങ്ങൾ എന്നുള്ളത്. ഏറ്റവും പ്രധാനമായി നാഷണൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഓർത്തിരിക്കുക. സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്നാണ് കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം. അത് ഓർത്തിരിക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്കറിയാം, വ്യോമഗതാഗതം ദേശസാൽക്കരിക്കുന്നു. ഇപ്പോ അത് സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ട്. വ്യോമഗതാഗതം ദേശസാൽക്കരിച്ചു. മറ്റൊന്ന് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വന്നത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1952-ലാണ്. UGC നിലവിൽ വരുന്നത് 1900 ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്, 1952-ൽ തന്നെയാണ്. അതുപോലെ തന്നെ 5 IITകൾ വരുന്നത് ഏത് കാലത്താണ്? ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോ കുടുംബാസൂത്രണമുണ്ട്, വന്ന സ്ഥാപനങ്ങളിൽ പദ്ധതികളിൽ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ഉണ്ട്,
വ്യോമഗതാഗതം ദേശസാൽക്കരിച്ചിട്ടുണ്ട്. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ വരുന്നുണ്ട്. എന്താണ് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ വരുന്നുണ്ട്. 5 IIT-കൾ സ്ഥാപിക്കപ്പെടുന്നതും 5-ാം പഞ്ചവത്സര കാലത്താണ്. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അത് നിലവിൽ വരുന്നത് ഏത് കാലത്താണ്? 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ മുതലിയാർ കമ്മീഷൻ വരുന്നത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് വരുന്നത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ആരോഗ്യ മേഖലയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ഗ്രാമവികസന മേഖലയിൽ ഒക്കെ തന്നെ വലിയ സ്ഥാപനങ്ങളും പദ്ധതികളും വന്ന ഒന്നാണ് 1-ാം പഞ്ചവത്സര പദ്ധതി കാലം എന്ന് പറയുന്നത്. 5 IIT-കൾ എവിടെയൊക്കെയാണെന്ന് ഓർമ്മിക്കണം. ഖരഗ്പൂരിൽ ഒരു IIT ഉണ്ട്. അതുപോലെ തന്നെ ബോംബെയിലുണ്ട്, മദ്രാസിലുണ്ട്, കാൺപൂരുണ്ട്, ഡൽഹിയുണ്ട്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ടൗണുകളെ ഓർക്കുകയാണെങ്കിൽ ബോംബെയും മദ്രാസും ഡൽഹിയും നിങ്ങൾക്ക് ഓർക്കാം. അത് കഴിഞ്ഞാൽ ഖരഗ്പൂരും കാൺപൂരും ഓർക്കുക. സോ എവിടെയൊക്കെയാണ് IIT-കൾ വന്നത്? IIT-കൾ എവിടെയൊക്കെയാണുള്ളത് എന്ന് ഓർമ്മിച്ചിരിക്കണം. IIT-കൾ അന്ന് വന്നത് എവിടെയൊക്കെയാ? ബോംബെയിൽ വന്നു, യെസ്, എളുപ്പമാണ്. മദ്രാസിൽ വന്നു, ഡൽഹിയിൽ വന്നു, പിന്നെയോ ഖരഗ്പൂർ വന്നു, കാൺപൂരിൽ വന്നു. ഇവിടെയൊക്കെ തന്നെ IIT-കൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെ IIT-കൾ വന്നു. ഏത് കാലത്താണ്? 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇത് വരുന്നത്. 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ തന്നെ നിങ്ങൾ നന്നായിട്ട് ഓർമ്മിച്ചിരിക്കണം. ഗ്രാമത്തിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങളുടെ പരിപൂർണമായ വികസനം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സാമൂഹിക വികസന പദ്ധതി ആരംഭിക്കുന്നത്. അത് ആരംഭിക്കുന്നത് 1952 ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിലാണ്. 1952 തന്നെ. കാരണം ഗാന്ധി സമ്പൂർണമായ സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങളെ സങ്കല്പിച്ച ഒരാളായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സൂക്ഷ്മ ചെറുകിട ഗ്രാമീണ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായി കാർവേ കമ്മിറ്റി 1955 രൂപീകരിക്കുന്നുണ്ട്. സൂക്ഷ്മ ചെറുകിട ഗ്രാമീണ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായിട്ടുള്ള കാർവേ കമ്മിറ്റി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കാർവേ കമ്മിറ്റി നമുക്കറിയാം എന്നാണ് ആരംഭിക്കുന്നത്. ആരംഭിച്ച കൊല്ലം കൂടി ഓർക്കണം. 1955 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഏതാണ്? സൂക്ഷ്മ ചെറുകിട ഗ്രാമീണ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനായിട്ടാണ്. എന്താണ്? കാർവേ കമ്മിറ്റിയാണ്. ഇപ്പൊ കാർവേ കമ്മിറ്റി 1955 ഓർത്തിരിക്കണം. കാർവേ കമ്മിറ്റി എന്ന വരുന്ന കൊല്ലം 1955 എന്താണ് കാർവേ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്? കാർവേ കമ്മിറ്റിയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മ ചെറുകിട ഗ്രാമീണ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി, അതിന്റെ ഉന്നതിക്ക് വേണ്ടിയാണ് 1955 കാർവേ കമ്മിറ്റി രൂപവൽക്കരിക്കുന്നത്. കാർവേ കമ്മിറ്റി ഓർത്തിരിക്കുക, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അവിടെ ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ തോട്ടപ്പള്ളി സ്പിൽവേ 1955 കേരളത്തെ എടുക്കുമ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഓർക്കേണ്ടത് കേരളത്തിൽ എന്ത് വന്നിട്ടുണ്ട്? തോട്ടപ്പള്ളി സ്പിൽവേ. സോ 1-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത് കേരളത്തിൽ തോട്ടപ്പള്ളി സ്പിൽവേ വന്നിട്ടുണ്ട്. സൂക്ഷ്മ ഗ്രാമീണ ചെറുകിട സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി അവിടെ കാർവേ കമ്മിറ്റി അതിനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് വേണ്ടി 1955 വരുന്നുണ്ട്. തോട്ടപ്പള്ളി സ്പിൽവേയും 1955 തന്നെയാണ് ആരംഭിച്ചത്. അതുപോലെ തന്നെ 5 IIT-കൾ വരുന്നുണ്ട്. 5 IIT-കൾ ബോംബെ, മദ്രാസ്, ഡൽഹി, അതുപോലെ തന്നെ ഖരഗ്പൂർ, കാൺപൂർ എന്നീ പ്രദേശങ്ങളിലാണ് 5 IIT-കൾ വരുന്നത്. മറ്റൊന്ന് നമ്മൾ ഓർക്കേണ്ടത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്
അത് വരുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 5 IIT-കൾ, യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ, വ്യോമഗതാഗതം ദേശസാൽക്കരിക്കപ്പെടുന്നത്, കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം, ഗ്രാമീണ മേഖലയിലെ ഭൗതികവും മാനുഷികവുമായ കാര്യങ്ങളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഏതെല്ലാം കാര്യങ്ങളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയാണ്? അത് ഭൗതികവും മാനുഷികവും, ഹ്യൂമൻ റിസോഴ്സ്, അതുപോലെ തന്നെ അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇത് കൂടാതെ നമ്മൾ കുടുംബാസൂത്രണം പറഞ്ഞിട്ടുണ്ട് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത്, അതും കൂടി ഓർത്തിരിക്കണം. അതുപോലെ തന്നെ കൃഷിക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട്. സോ ഒന്നാം പഞ്ചവത്സര പദ്ധതി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലം എടുക്കാം. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വ്യവസായ മേഖലയിലും ഗതാഗത മേഖലയിലും പ്രധാന വികസനങ്ങൾ ഉണ്ടായി. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലം ഓർക്കുക, ഗതാഗതവും അതുപോലെ തന്നെ വ്യവസായ മേഖലയിലും പ്രധാന വികസനം ഉണ്ടായത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോ ദേശീയ പാതാ നിയമം 1956 നിലവിൽ വരുന്നു. ദേശീയ പാതാ നിയമം. വ്യവസായ രംഗത്ത് ഇന്ത്യൻ കമ്പനീസ് ആക്ട്, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമമാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട്. അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് വരുന്നത്. DRDO 1958 രൂപീകൃതമാകുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, DRDO 1958. കാർവേ കമ്മിറ്റി ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണെങ്കിൽ ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ ആരംഭിക്കുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം ആരംഭിച്ചത് 1959 രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അന്തർദേശീയ കരാറുകൾ, ഇതിനെ കുറിച്ച് ഞാൻ പുതിയൊരു വീഡിയോ വെക്കുന്നുണ്ട്. ഇന്ത്യയിലെ സിന്ധു നദീജല കരാർ ആരംഭിച്ചത് 1960-ലാണ്. ഈ സിന്ധു നദീജല കരാർ ഇപ്പോ നമ്മൾ അബേയൻസിൽ വെച്ചിരിക്കുകയാണ്. അബേയൻസ് എന്ന് മരവിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സിന്ധു നദീജല കരാറുമായി നിങ്ങൾ ഓർക്കേണ്ട കാര്യങ്ങൾ നമുക്ക് വിശദമായി അടുത്ത ക്ലാസ് വരുന്നുണ്ട്. സിന്ധു നദീജല കരാർ, ആ സിന്ധു നദീജല കരാർ നിലവിൽ അബേയൻസിൽ വെച്ചിരിക്കുകയാണ്. അബേയൻസ് എന്ന് പറഞ്ഞാൽ മരവിപ്പിച്ച് നിർത്തിവെച്ചിരിക്കുകയാണ്. സിന്ധു നദീജല കരാർ നിങ്ങൾക്കറിയാം, അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു കരാറാണ്. ഇന്ത്യ പാകിസ്ഥാൻ. സിന്ധു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ഈ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ നദിയാണ് സിന്ധു. സിന്ധു പാകിസ്ഥാന്റെ ദേശീയ നദിയാണ്. പക്ഷേ സിന്ധുവിന്റെ മുകൾ ഭാഗം, ഉപരിഭാഗം, അപ്പർ ഭാഗം ഇന്ത്യയിൽ നിന്നാണ് ഒഴുകിയെത്തുന്നത്. നിങ്ങൾക്കറിയാം 3 ഹിമാലയൻ നദികളാണ്. ആ 3 ഹിമാലയൻ നദികൾ ഏതൊക്കെയാ? 3 ഹിമാലയൻ നദികൾ പണ്ടൊക്കെ PSC പരീക്ഷയ്ക്ക് ഇഷ്ടമുള്ളൊരു ചോദ്യമാണ്, ജോഗ്രഫി. ഇനിയും ആവർത്തിച്ചു വരാം. 3 ഹിമാലയൻ നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര നദികളാണ്. അതിൽ സിന്ധുവിന്റെ പ്രത്യേകത എന്താണ്? സിന്ധു മാത്രമാണ് പടിഞ്ഞാറോട്ടൊഴുകുന്ന, വടക്കോട്ടൊഴുകുന്ന നദി. പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്കോട്ട് ഒഴുകി സിന്ധു പതിക്കുന്നത് എവിടെയാണ്? അറബിക്കടലിലാണ്. എന്നാൽ ഗംഗയും ബ്രഹ്മപുത്രയും കിഴക്കോട്ടൊഴുകി എവിടെ പതിക്കുന്നത്? ബ്രഹ്മപുത്രയിലാണ്. ഗംഗയും ബ്രഹ്മപുത്രയും കിഴക്കോട്ടൊഴുകി നയിക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. അപ്പോ ഹിമാലയൻ നദികൾ 3 സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നു. ആ സിന്ധു നദി എവിടേക്കാണ് ഒഴുകുന്നത്? സിന്ധു നദി ഒഴുകുന്നത്, സിന്ധു ചൈനയിലെ ടിബറ്റിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യയിലൂടെ കടന്നുപോയി, പിന്നീട് അത് പാകിസ്ഥാനിലൂടെ കടന്നുപോയി, അത് അറബിക്കടലിൽ ചെന്ന് ചേരും. അതായത് അത് വടക്കോട്ടൊഴുകുന്നു, അതുപോലെ തന്നെ പടിഞ്ഞാറോട്ടും ഒഴുകുന്നു. അങ്ങനെ ഹിമാലയൻ നദികളിൽ വടക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന ഏക നദി സിന്ധുവാണ്. മറ്റെല്ലാ നദികളും ഹിമാലയത്തിൽ നിന്ന് വരുന്നത് ബംഗാൾ ഉൾക്കടലിലാണ് കിഴക്കോട്ട് ഒഴുകി പതിക്കുന്നത്. സിന്ധു പാകിസ്ഥാന്റെ ദേശീയ നദിയാണ്. പാക്കിന്റെ ദേശീയ നദിയാണ് സിന്ധു നദി എന്ന് പറയുന്നത്. ആ സിന്ധു നദിയുടെ 5 കൈവഴികൾ ഇന്ത്യയിലൂടെ ഒഴുകുന്നു. ആ കൈവഴികളിലുള്ള വെള്ളം സിന്ധുവിലേക്ക് തടഞ്ഞാൽ പാകിസ്ഥാന്റെ കുടിവെള്ളം മുട്ടും. അതുകൊണ്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുണ്ടായ ഒരു കരാറാണ് സിന്ധു നദീജല കരാർ.
അപ്പോ ഇന്ത്യ വെള്ളം ഒഴുക്കിവിടും. ആ സിന്ധു നദീജല കരാറാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് ഇന്ത്യ ആദ്യം മരവിപ്പിച്ചത്. പാകിസ്ഥാൻ അത് യുദ്ധമായി കാണുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഏത് ഓപ്പറേഷൻ സിന്ദൂരിന്റെ തുടക്കമാണത്, അല്ലെ? ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കം എന്ന് പറഞ്ഞാൽ അതുകൂടിയാണ് പാകിസ്ഥാന് അത് തടഞ്ഞത്. അപ്പൊ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമാണത്. പഹൽഗാം ആക്രമണത്തെ തുടർന്നാണ് സിന്ധു നദീജല കരാർ ആക്കിയത്. പക്ഷെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരും. ഈ തൊട്ടടുത്ത് ഓപ്പറേഷൻ സിന്ധു വന്നിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറഞ്ഞാൽ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് നമ്മൾ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് പഹൽഗാം ആക്രമണം. ആ പഹൽഗാം ആക്രമണത്തെ തുടർന്ന് നമ്മൾ ആരംഭിച്ച ഭീകരവാദത്തിനെതിരെയുള്ള ഓപ്പറേഷനാണ്. അതിൽ പാകിസ്ഥാൻ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ പാകിസ്ഥാന്റെ ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സിന്ധു നദീജല കരാർ അബേൻസിൽ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ പല മൾട്ടി ഫേസഡ് ആയിട്ടുള്ള ഘടകങ്ങൾ അതിനുണ്ട്. എന്നാൽ ഇപ്പൊ അടുത്ത് നിങ്ങൾ ഓർക്കേണ്ടത് ഓപ്പറേഷൻ സിന്ധു ആണ്. ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് എൻറ്റയർലി ഡിഫറന്റ് ആണ്. ഓപ്പറേഷൻ സിന്ധു എന്ന് പറഞ്ഞത് ഇവാക്വേഷൻ ആണ്. ഇതൊക്കെ നമ്മുടെ എവിടെ വന്നാൽ ഡെയിലി നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ആയി നമ്മുടെ ടെലിഗ്രാമിൽ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, ക്വിസുകൾ, ടെലിഗ്രാമിൽ തന്നെ ക്വിസുകൾ, അതുകൂടാതെ എക്സാമുകൾ, നിങ്ങൾക്ക് സമയം വെച്ചുകൊണ്ടുള്ള എക്സാമുകൾ 1 മാർക്ക് 0.33 നിങ്ങൾ അപ്ഡേറ്റ് ആയിരിക്കും അവിടെ വന്നു കഴിഞ്ഞാൽ. ഓപ്പറേഷൻ സിന്ധുവിന്റെ വ്യത്യാസം എന്താണ്? ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് ഇറാൻ ഇസ്രയേൽ യുദ്ധം. ആ ഇറാൻ ഇസ്രയേൽ യുദ്ധവുമായി ബന്ധപ്പെട്ട് വലിയ സംഘർഷം നടക്കുകയാണ്. ആ ഇസ്രയേലിന്റെ സംഘർഷ മേഖലകളിൽ നിന്ന് ഇന്ത്യക്കാരെ രക്ഷിക്കുന്ന ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു. ഓപ്പറേഷൻ സിന്ധു വേറെ. അതിൽ നേപ്പാളിലെയും ശ്രീലങ്കയിലെയും ആളുകളെ കൂടി നമ്മൾ ഈ രക്ഷിച്ചു കൊണ്ടുവരുന്നതിൽ നിന്ന്, അവിടെ നിന്ന് ഇവാക്വേഷനിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ഓർക്കുക, രണ്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ അടുത്ത കാലത്തെ PSC പരീക്ഷകൾക്ക്. അപ്പൊ നമുക്ക് 2ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്, ഓർക്കുക, സിന്ധു നദീജല കരാറുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ മുന്നേറ്റം വരുന്നത്. ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെക്കുന്നത് 1960-ലാണ്. ഓർക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇപ്പോ. അപ്പോ സിന്ധു നദീജല കരാർ ഓർക്കണം, അത് അബേൻസിൽ വെച്ചത് ഓർക്കണം, അതുമായി ബന്ധപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂർ ഓർക്കണം. സിന്ദൂർ ഓർക്കുമ്പോൾ തന്നെ ഡിഫറൻഷിയേറ്റ് ആയിട്ട് ഓപ്പറേഷൻ സിന്ധു എന്ന് പറയുന്നത് അതെന്തല്ല, സിന്ദൂറുമായി ബന്ധപ്പെട്ടതല്ല. അത് ആരെ രക്ഷിക്കാനാണ്? അവിടെ നിന്ന് ഇറാനിൽ കുടുങ്ങിയ ഇസ്രയേൽ-ഇറാൻ സംഘർഷ സമയത്ത് ഇറാനിൽ കുടുങ്ങിയ ആളുകളെ നമുക്ക് രക്ഷിച്ചെടുക്കാനുള്ള, നമ്മുടെ അയൽ രാജ്യങ്ങളായ നേപ്പാളിലെയും ശ്രീലങ്കയിലെയും ആളുകളെയൊക്കെ അവിടെ നിന്ന് ഒഴിപ്പിച്ചെടുക്കാനുള്ള ഇവോക്കേഷൻ പ്രോസസ്സാണെന്ന് കൂടി അറിഞ്ഞിരിക്കണം. ഇപ്പൊ 2ാം പഞ്ചവത്സര പദ്ധതിക്കാലം, ആ 2ാം പഞ്ചവത്സര പദ്ധതിക്കാലം നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം ഓർക്കണം? 2ാം പഞ്ചവത്സര പദ്ധതി. ആ 2ാം പഞ്ചവത്സര പദ്ധതിയുമായി നമ്മൾ ആദ്യമായിട്ട് ഓർക്കേണ്ടത് അന്തർദേശീയ കരാറുകൾ. ആ അന്തർദേശീയ കരാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സിന്ധു നദീജല കരാർ. ആ സിന്ധു നദീജല കരാർ വരുന്നത് 1960-ലാണ്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. കറണ്ട് അഫയേഴ്സ് പഠിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിക് GKയും പഠിക്കണം. ഇപ്പൊ നിങ്ങൾ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ആരാണ്? ഇറാന്റെ പ്രധാനമന്ത്രി ആരാണ്? നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി എന്താണ്? നിലമ്പൂരിൽ നിന്ന് തെരഞ്ഞെടുത്ത ആൾ ആരാണ്? അതുമാത്രം പോരാ, അതുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിക് GK, അതും കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട് വരും. അപ്പൊ നിലമ്പൂർ ഏത് ലോക്സഭാ മണ്ഡലത്തിൽ വരുന്നു? വയനാട്. നിലമ്പൂരിന്റെ ആ മണ്ഡലത്തിന്റെ നമ്പർ എത്ര? അതോ ചോദിക്കും ഈ സമയത്ത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് കാരണം PV അൻവർ രാജിവെച്ചത്. നിലമ്പൂരിൽ ജയിച്ച സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്ത്. അപ്പോ സ്റ്റാറ്റിക് GK കറണ്ട് അഫയേഴ്സിന്റെ ഒപ്പം പഠിക്കണം. അങ്ങനത്തെ ഒരു അപ്രോച്ചാണ്. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് നിങ്ങൾക്ക് അന്നത്തെ കറണ്ട് അഫയേഴ്സ് പ്ലസ് അതിന്റെ സ്റ്റാറ്റിക് GK പ്ലസ് എന്തായിരിക്കും ഒരു കറണ്ട് അഫയേഴ്സിൽ നിന്നൊരു സ്പെഷ്യൽ ടോപ്പിക് കിട്ടും. ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ നോട്ട് കിട്ടും. ആ നോട്ടിൽ നിന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് 5 മിനിറ്റ് ദൈർഘ്യമുള്ള 10 ചോദ്യങ്ങൾ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചോദിക്കാം, എക്സാം പോലെ. അപ്പൊ അതിൽ ടൈം ഉണ്ട്, 5 മിനിറ്റിനുള്ളിൽ ചെയ്ത് തീർക്കണം നിങ്ങൾ. ഇപ്പൊ റിയൽ എക്സാമിന്റെ എക്സ്പീരിയൻസ് കിട്ടും. അത് കൂടാതെ അതിൽ നിന്ന് ശരിയായാൽ 1 മാർക്ക്, തെറ്റായാൽ 0.33. ഓക്കെ, ഇങ്ങനെ തന്നെയാണ് അന്നത്തെ ടോപ്പിക്. ഇതുപോലത്തെ വീഡിയോയും ആ വീഡിയോയിൽ നിന്നുള്ള ടോപ്പിക്കിൽ നിന്നുള്ള എക്സാം രാത്രി 7 മണിക്ക്. അതിൽ നിന്ന് പോസിബിൾ ആയ എല്ലാ ക്വസ്റ്റ്യൻസും
നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിൽ ചെയ്യാം. ചെയ്യുമ്പോഴൊക്കെ തന്നെ നിങ്ങൾക്ക് ചില പുതിയ ചോദ്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്യാനാണ്. അപ്പൊ നമ്മുടെ വഴി ഞാൻ ഒന്നുകൂടി പറയാം. വീഡിയോ കാണുക, നോട്ട് എടുക്കുക, നോട്ട് വായിക്കുക, നോട്ട് കുറിക്കുക, നിങ്ങളുടേതായ ഒരു നോട്ട് ഉണ്ടാക്കിയെടുക്കണം. എന്നിട്ട് എക്സാമും ചെയ്യുക. അങ്ങനെ ചെയ്തു പോയി നോക്കൂ. നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ദീർഘകാലത്തേക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്ന് അന്തർദേശീയ കരാറുകളാണ്. ഇന്ത്യ സിന്ധു നദീജല കരാറിൽ ഒപ്പുവെച്ചു. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം ആരംഭിക്കുന്നത് 1959 അപ്പൊ സിന്ധു 60 സിന്ധു TV കാണുകയാണ്. ഒന്ന് പോയി നോക്കുകയാണെങ്കിൽ അപ്പൊ ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം ആരംഭിച്ചത് 1959 സിന്ധു TV കാണുകയാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. മാധ്യമ മേഖലയിലുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷനും DRDOയും അതിൽ DRDO ഓർക്കുക 1958 ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ 1958 നന്നായി പഠിക്കേണ്ടതാണ്. പഹൽഗാം ആക്രമണ സമയത്ത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഇൻഡിജീനിയസ് ആയിട്ട് വികസിപ്പിച്ച ഒരുപാട് നമ്മുടെ യുദ്ധ സാമഗ്രികൾ ഫലപ്രദമായിട്ടുണ്ട്. അതിൽ DRDOയ്ക്ക് വലിയ പങ്കുണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, സിന്ധു TVയിൽ യുദ്ധസമയത്ത് DRDOയുടെ നേട്ടങ്ങളെ കുറിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതാകട്ടെ 60, 59, 58 3 വർഷങ്ങൾ നമ്മുടെ കയ്യിൽ പോന്നു. സിന്ധു നദീജല കരാർ 1960 മോസ്റ്റ് ഇമ്പോർട്ടന്റ്. TV ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം ആരംഭിച്ചത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ഇനിയും വരാൻ സാധ്യതയുണ്ട്. 59 DRDO 1958 നമ്മുടെ ഓപ്പറേഷൻ സിന്ധുവിന്റെ പശ്ചാത്തലത്തിൽ ഈ രണ്ടെണ്ണവും ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെയാണ് നിങ്ങൾ PSCക്ക് പഠിച്ചു പോകേണ്ട ഒരു രീതി. ക്ലിയർ? ആ വെയിറ്റേജ് നോക്കണം, ട്രെൻഡ് നോക്കണം, കറണ്ട് അഫയേഴ്സിന്റെ കാര്യം നോക്കണം. ഇതൊക്കെ അനുസരിച്ച് ചോദ്യങ്ങളുടെ പാറ്റേൺ മാറി മറിഞ്ഞു വരും. ഇറാന്റെ പ്രധാനമന്ത്രിയെയും പ്രസിഡന്റിനെയും ഇപ്പൊ ചോദിക്കാം. ഇറാനിലെ ആണവ മേഖലകൾ ആക്രമിക്കപ്പെട്ടത് എവിടെയാണെന്ന് ചോദിക്കാം. ഇത് കണ്ട ഉടനെ ലോകത്തുള്ള മുഴുവൻ ആണവ മേഖലകളെ കുറിച്ചും ലോകത്തുള്ള എല്ലാ പ്രധാനമന്ത്രിമാരെ കുറിച്ചും പ്രസിഡന്റുമാരെ കുറിച്ചും പഠിക്കേണ്ട. ഇപ്പൊ കോണ്ടെക്സ്റ്റിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് അത് അവിടെ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട സ്റ്റാറ്റിക് GK ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് പോകാം. ഇപ്പൊ ചോദിക്കാൻ ആണവോർജ കമ്മീഷനെ കുറിച്ച് ചോദിക്കും, അന്താരാഷ്ട്ര ആണവോർജ കമ്മീഷനെ കുറിച്ച് ചോദിക്കും. അടുത്ത് തന്നെ ചോദ്യം വരും പരീക്ഷകളിൽ. കാരണം അതുമായി ബന്ധപ്പെട്ടാണ് ഇറാൻ ഇസ്രയേൽ തർക്കം. വിശദ വിവരങ്ങളൊക്കെ തന്നെ അതാത് കറണ്ട് അഫയേഴ്സ് നമ്മൾ അവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. മറ്റൊന്നാണ് ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ നിയമം. അതുപോലെ തന്നെ ദേശീയപാത നിയമം. അപ്പോ ഇന്ത്യൻ കമ്പനീസ് ആക്ട് അത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇന്ത്യൻ കമ്പനീസ് ആക്ട് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ ദേശീയപാത നിയമം ഇതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് നമുക്കൊരു ധാരണ വന്നിട്ടുണ്ട്. അപ്പോ രണ്ടാം പദ്ധതി കാലത്ത് തന്നെയാണ് ഗതാഗത മേഖലയിലും പ്രധാന വികസനങ്ങൾ ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ നമ്മൾ വിട്ടുപോയതാണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ. പറഞ്ഞിട്ടില്ല തോന്നുന്നുണ്ടല്ലേ നോട്ടില്? രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഖാദി ഗ്രാമ വ്യവസായ കമ്മീഷൻ വരുന്നത്. ഇതും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് വന്ന പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വ്യവസായ മേഖലയ്ക്കും ഗതാഗത മേഖലയ്ക്കും പ്രാധാന്യം കൊടുത്ത ഒരു പഞ്ചവത്സര പദ്ധതിയായിരുന്നു രണ്ടാം പഞ്ചവത്സര പദ്ധതി. അവിടെ എന്തെല്ലാം കാര്യങ്ങൾ വന്നു? അന്തർദേശീയമായ ചില കരാറുകൾ വന്നിട്ടുണ്ട്. അതാണ് സിന്ധു നദീജല കരാർ മോസ്റ്റ് ഇമ്പോർട്ടന്റ് 1960. DRDO 1958 അതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ത്യയിൽ ആദ്യമായി TV സംപ്രേഷണം ആരംഭിക്കുന്നത് 1959 ആണ്. അപ്പോ എന്താണ് നിങ്ങൾ ഓർക്കേണ്ടത്? സിന്ധു TVയിൽ DRDOയുടെ യുദ്ധ ഉപകരണങ്ങളെ കുറിച്ച് ഉള്ള ഇത് കാണുകയാണ്. യുദ്ധ സമയത്ത് 60, 59, 58. അപ്പോ ദേശീയപാത വരുന്നു, ഖാദി വ്യവസായ കമ്മീഷൻ വരുന്നു, ഏറ്റവും വലിയ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ ആക്ട്, ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ ആക്ട്, അതോർക്കണം. ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ ഏറ്റവും വലിയ ആക്ട്
അതാണ് എന്തെന്ന് പറയുന്നത് ഇന്ത്യൻ കമ്പനീസ് ആക്ട്. അതും ഓർത്തിരിക്കണം. ഇത് രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്. അപ്പോ രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഗതാഗത മേഖലയിലും വ്യവസായ മേഖലയിലും വലിയ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് നമ്മൾ പറഞ്ഞത് ഹരിത വിപ്ലവം ആരംഭിച്ചു. നോക്കൂ, ഹരിത വിപ്ലവം ചോദിച്ചു, ഇതുപോലെ ചോദിക്കും. IIT-കൾ എന്നാണ് ആരംഭിച്ചത് എന്ന് ചോദിക്കാം. ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എന്ന് ചോദിക്കാം. മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ഹരിത വിപ്ലവം ആരംഭിച്ചു. അത് ഇന്ത്യയുടെ കാർഷിക മേഖലയിൽ വലിയ വിപ്ലവം കൊണ്ടുവന്നു. ഹരിത വിപ്ലവം മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. വിദ്യാഭ്യാസ മേഖലയിൽ NCERT, നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, NCERT സ്ഥാപിതമാകുന്നത് 1961. കോത്താരി കമ്മീഷൻ 1964. കോത്താരി കമ്മീഷന്റെ ഭാഗമായ 10+2+3 പദ്ധതി ഇപ്പൊ മാറിയല്ലേ? ഇപ്പൊ നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ പദ്ധതി ചട്ടക്കൂട് വന്നിട്ടുണ്ടല്ലേ? അതിന്റെ പ്രകാരം പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ട്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020. ബന്ധപ്പെട്ട കമ്മീഷനാരാ? ഒന്ന് കമന്റ് ചെയ്യൂ, ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ആ 2020 പ്രകാരം ഈ 10+2+3 പകരമുള്ള പാറ്റേൺ ഏതാ? ഒന്ന് ഓർത്തു നോക്കൂ, കമന്റ് ചെയ്യൂ അറിയുന്നവര്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പൊ അവിടെ നടന്നത് NCERT വരുന്നു. ഏതെല്ലാം വരുന്നുണ്ട്? NCERT വരുന്നുണ്ട്. NCERT കൂടാതെ തന്നെ 1964 ജൂലൈ 14 കോത്താരി കമ്മീഷൻ വരുന്നുണ്ട്. കോത്താരി കമ്മീഷന്റെ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ട് അത് കൊണ്ടുവന്ന 3 കാര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. എന്തെല്ലാമാണ് ഓർക്കേണ്ടത്? 1964 വന്ന കോത്താരി കമ്മീഷനുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർക്കേണ്ടത് ത്രിഭാഷാ പഠന പദ്ധതി ആവിഷ്കരിച്ചത് കോത്താരി കമ്മീഷനാണ്. ത്രിഭാഷാ പഠന പദ്ധതി ചോദിച്ചിട്ടുണ്ട്. 3 ഭാഷ, അവനവന്റെ പ്രാദേശിക ഭാഷ, മാതൃഭാഷ പഠിക്കണം, ദേശഭാഷയായ ഹിന്ദി പഠിക്കണം, ഇംഗ്ലീഷും പഠിക്കണം. ത്രിഭാഷാ പഠന പദ്ധതി. അത് കൂടാതെ തന്നെ മറ്റൊന്നാണ് എന്ത്? വൊക്കേഷണൽ ട്രെയിനിങ്, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം. മറ്റൊന്നാണ് നമ്മുടെ GDP-യുടെ 6% വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കണം. 1964 വന്ന കോത്താരി കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പിന്നീട് വന്ന 2 ദേശീയ വിദ്യാഭ്യാസ നയങ്ങളിലും ഉണ്ടായിരുന്നെങ്കിലും ഇതുവരെ 6% എത്തിയിട്ടില്ല. 2025-26 ഇക്കാലയളവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിന് തുക നീക്കി വെച്ചിട്ടുള്ളത്. എന്നിട്ട് പോലും ഇക്കാലയളവിൽ നമ്മുടെ GDP-യുടെ 4.6% മാത്രമാണ് വിദ്യാഭ്യാസത്തിന് നിലവിൽ നീക്കി വെച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ലക്ഷ്യം 2040 വേൾഡ് സൂപ്പർ നോളേജ് ഹബ് ആയിട്ട് മാറുക എന്നുള്ളതാണ്. അതേസമയം തന്നെ നമ്മുടെ കേരളത്തിനൊരു ലക്ഷ്യമുണ്ട്. കേരളത്തിൽ എന്താണ്? കേരളത്തിന്റെ ബജറ്റ് വിഭാവനം ചെയ്യുന്ന ഒരു പ്രധാന ലക്ഷ്യം ഒരു വിജ്ഞാന സമ്പൽ വ്യവസ്ഥയായിട്ട് നമ്മൾ രൂപപ്പെടണം എന്നുള്ളതാണ്. വിവരങ്ങൾ വിൽക്കാനും അതുപോലെ തന്നെ അതിന്റെ സേവനങ്ങൾ കൊടുക്കാനും പറ്റാവുന്ന ഒരു വിജ്ഞാന സമ്പൽ വ്യവസ്ഥയായി കേരളം മാറണമെന്നാണ് നമ്മുടെ ബജറ്റ് വിഭാവനം ചെയ്യുന്നത്. ഇതൊക്കെ ഓർത്തിരിക്കണം, വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അപ്പോ ഈ 3 ഇപ്പോ പുതിയ 2020 പുതുക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും അതുപോലെ തന്നെ എന്തിനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. 6% നമ്മുടെ മൊത്തം ആഭ്യന്തര ഉൽപാദനത്തിന്റെ 6% വിദ്യാഭ്യാസത്തിന് നീക്കിവെക്കണമെന്നും ത്രിഭാഷാ പദ്ധതിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ 4.6% മാത്രമാണ് നമ്മൾ നീക്കിവെച്ചിട്ടുള്ളത്. അതേസമയം ഈ ബജറ്റിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസത്തിനായി തുക നീക്കിവെച്ചിട്ടുള്ളത്. ഇപ്പൊ 2ാം പഞ്ചവത്സര പദ്ധതി. ആ 2ാം പഞ്ചവത്സര പദ്ധതിയിൽ വന്ന കമ്മീഷനാണ് ഏത് കമ്മീഷൻ? കോത്താരി കമ്മീഷൻ. വിദ്യാഭ്യാസ മേഖലയിൽ NCERT, കോത്താരി കമ്മീഷൻ. ഇത് 2 വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾ ഓർക്കണം. ഹരിത വിപ്ലവം 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. നമ്മൾ 3ാം പഞ്ചവത്സര പദ്ധതിയെ കുറിച്ചാണ് പറയുന്നത്.
കാർഷിക വികസനത്തിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്, അന്തർദേശീയ കരാറിൽ താഷ്കന്റ് കരാർ. രണ്ടാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് 1960-ലാണ് സിന്ധു നദീജല കരാർ വരുന്നതെങ്കിൽ താഷ്കന്റ് കരാർ ചോദിക്കാറുണ്ട്. പക്ഷേ സിന്ധു കരാറിന്റെ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഓർമ്മിച്ചു വെക്കണം. ഇന്ത്യ പാക് യുദ്ധം അവസാനിക്കുന്നതിന്റെ ഭാഗമായി 1966 ജനുവരി 10 ഒപ്പുവെച്ചു. അപ്പൊ രണ്ട് കരാറുകൾ നിങ്ങൾ ഓർക്കുക, കണക്ട് ചെയ്തിട്ട് ആ രണ്ട് കരാറുകൾ നിങ്ങൾ ഓർക്കാൻ എളുപ്പമുണ്ട്. ഒന്ന് 1960-ലാണ്, ഒന്ന് 1966-ആണ്. രണ്ടും പാകിസ്ഥാനുമായി ബന്ധപ്പെട്ടതാണ്. 60-ൽ സിന്ധു നദീജല കരാർ, 66-ൽ താഷ്കന്റ് കരാർ. ഞാൻ ഇനി ഓർക്കാൻ എളുപ്പവഴി പറയാം. 6 എന്ന് പറഞ്ഞാൽ പുഴയാണ്. 60-ലാണ് സിന്ധു നദീജല കരാർ. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. ആ 6 ഓർത്താൽ 66, ആ 6-ൽ നിന്ന് വീണ്ടും യുദ്ധം വന്നു. ആ യുദ്ധകാലത്ത് വീണ്ടും ഓർക്കുക താഷ്കന്റ് കരാർ. അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം പറഞ്ഞു തീർത്ത കരാറാണ് താഷ്കന്റ് കരാർ. 1966-ലാണ് താഷ്കന്റ് കരാർ. ഇത് മുഖ്യ തന്നെ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. ഇന്ത്യയിൽ ആദ്യത്തെ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. അപ്പൊ എന്തെല്ലാമാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ പ്രത്യേകതകൾ? മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലം നമ്മൾ എടുക്കുകയാണെങ്കിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ പ്രത്യേകത, മൂന്നാം പഞ്ചവത്സര പദ്ധതി, ആ മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഒന്നാമത്തേത് ഒരു അന്തർദേശീയ കരാർ. ഓർക്കുക, താഷ്കന്റ് കരാർ. ആ താഷ്കന്റ് കരാർ 1966 ഇന്ത്യ പാകിസ്ഥാൻ ഉടമ്പടി. രണ്ടാമത്തേത് നിങ്ങൾ പ്രധാനമായും ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്. അതാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത്. മൂന്നാമത്തെ ചോദ്യം ഏതാണ്? മൂന്നാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങൾ ഓർക്കേണ്ടത്, മൂന്നാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഈ താഷ്കന്റ് കരാർ പോലെ ഹരിത വിപ്ലവം പോലെ പ്രധാനപ്പെട്ടതായിട്ട് ഓർക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതാണ്, ഓർക്കണം. അതുപോലെ തന്നെ നിങ്ങൾ അവിടെ പ്രധാനമായും ഓർക്കേണ്ടതാണ് NCERT-യും കോത്താരി കമ്മീഷനും. ഇത് ഏത് കാലത്താണ്? മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അതിൽ കോത്താരി കമ്മീഷൻ ഓർക്കുക 1964-ലാണ്. അതിനോടൊപ്പം നിങ്ങൾ ഇപ്പത്തെ NP നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി NEP അതും കൂടി ഓർക്കുക, 2020 കൂടി ഓർക്കുക. ഇതാണ് പ്രധാനമായും. അതുപോലെ തന്നെ NCERT ആരംഭിക്കുന്നത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. NCERT ആരംഭിച്ചതും മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി നമുക്ക് നാലാം പഞ്ചവത്സര പദ്ധതിയിലേക്ക് ഒന്ന് പോകാം. നാലാം പഞ്ചവത്സര പദ്ധതിക്കാലം, നാലാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ബാങ്കിംഗ് മേഖലയിലാണ് വലിയ പരിഷ്കാരങ്ങൾ വരുന്നത്. ബാങ്കിംഗ് മേഖലയിലും കാർഷിക മേഖലയിലും. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 1969-ലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം, ഇന്ത്യയിലെ ആദ്യത്തെ നാലാം പഞ്ചവത്സര പദ്ധതി ഓർക്കുമ്പോ നിങ്ങൾ ഓർക്കേണ്ടത് 1969-ലാണ് ഇന്ത്യയിൽ എന്ത് കൊടുക്കുന്നത്? ആദ്യ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത്. 1969-നെ ഓർക്കുമ്പോ നിങ്ങൾ ഓർക്കേണ്ടത് മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങുന്നത് 1969-ലാണ്. നോക്കൂ, ഇതാണ് ഭൂമി, ഇതാണ് ചന്ദ്രൻ. ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് ഒരു റോക്കറ്റാണ് വിക്ഷേപിച്ചു. എന്നിട്ട് ആ റോക്കറ്റിൽ പോയിട്ട് അവർ ചന്ദ്രനിൽ ഇറങ്ങി. എന്നിട്ട് ചന്ദ്രനിൽ നിന്ന് തിരിച്ചു വന്നു. ഇങ്ങനത്തെ ഒരു ചിത്രം മനസ്സിൽ വെച്ച് നോക്കൂ. 69. ഇങ്ങനെ നിങ്ങൾ ചിത്രങ്ങൾ ഉണ്ടാക്കി, മെമ്മറി പാലസ് ഉണ്ടാക്കി, കഥകൾ ഉണ്ടാക്കി ഓർമ്മയിൽ നിർത്തുക. നിങ്ങൾ നിങ്ങളുടെ കുട്ടിക്കാലത്തേക്ക് പോവുക, കുറച്ച് ക്രയോൺസ് ഒക്കെ വാങ്ങുക PSC-ക്കാര്. എന്നിട്ട് പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെ മനോഹരമായിട്ട് ആ ക്രയോൺസ് ഒക്കെ ഉപയോഗിച്ച് പല കളറുകളിൽ നോട്ട് എഴുതിയിരുന്നില്ലേ? നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നോട്ടുകൾ എഴുതാൻ കുറച്ച് നേരം എടുക്കുക. ധൃതി പിടിച്ച് പഠിക്കേണ്ടത് എൻജോയ്മെന്റ് ആയിട്ട് എടുക്കുക. ഒറ്റ വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടും. ഇതൊരു രസകരമായിട്ട് പദ്ധതിയായിട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ.
അപ്പൊ നിങ്ങളുടെ ആ കുട്ടിക്കാലത്തേക്ക്, ഭാവനാപൂർവമായ കുട്ടിക്കാലത്തേക്ക് പോയി. എന്നാൽ അധിക നേരം നോട്ട് എടുക്കാൻ തയ്യാറാവരുത്. നമ്മൾ പഠിച്ച കാര്യം ഇതുപോലെ നോട്ടാക്കി മാറ്റുക. എന്നിട്ട് ആ നോട്ട് വേണം പഠിക്കാൻ. അത് വൃത്തിയിൽ എഴുതി ഉണ്ടാക്കുക. അതിൽ പുതിയ കൺസെപ്റ്റുകൾ കൊണ്ടുവരിക. ആരെങ്കിലും പുതുതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേർക്കുക. നിങ്ങൾക്ക് വല്ലതും പുതുതായിട്ട് അറിയാണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിലോ അതല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനലിലോ കമന്റ് ചെയ്യുക. 1969 ബാങ്ക് ദേശസാൽക്കരണമാണ്. അന്ന് തന്നെയാണ് മനുഷ്യൻ ചന്ദ്രനിലേക്ക് ഇറങ്ങുന്ന കൊല്ലവും 1969. അപ്പോളോ 11 അപ്പോളോ 11 അപ്പോളോ 2 എന്നോർത്താൽ മതി. 11 അല്ല, 2. ആ 2 ഓർക്കാൻ ദാ റോക്കറ്റ് അവിടെ എന്താ 2. അപ്പൊ അതിനെ എങ്ങനെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്യാം? നിലവിലുള്ള വിവരങ്ങളെ കണക്ട് ചെയ്ത് പഠിച്ചാൽ എളുപ്പമാണ്. ഒരു ചരട് കോർത്ത പോലെ കിട്ടും. ബാങ്കും ആരെയും നമ്മൾ ഓർക്കുക, റോക്കറ്റിനെയും ഓർക്കുക. ബാങ്ക് ദേശസാൽക്കരിക്കുകയാണ്. ആ ബാങ്ക് ദേശസാൽക്കരിക്കുക റോക്കറ്റുമുണ്ട്. ഇപ്പൊ ബാങ്കും റോക്കറ്റും നിങ്ങൾ മനസ്സിലൊരു ചിത്രം കാണുക. നിങ്ങളുടെ നാട്ടിലെ ഒരു ബാങ്ക്, ആ ബാങ്ക് ദേശസാൽക്കരിച്ചു. ആ ദേശസാൽക്കരിച്ചപ്പോ എന്താണ്ടായത്? ആ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് നിങ്ങൾ റോക്കറ്റ് വിട്ടു. ഇങ്ങനെ അസംബന്ധമായ കഥകളാണ് നിങ്ങൾ ഓർക്കേണ്ടത്. അപ്പൊ നിങ്ങളുടെ നാട്ടിലെ ബാങ്കിനെ നിങ്ങൾ എങ്ങനെയാ ഓർക്കേണ്ടത്? സാധാരണ വലിയ ബാങ്ക് ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഓർക്കുക, ഒരു ചെറിയ ബാങ്കാണ് അവിടെ. ചെറിയ ബാങ്ക്, നിങ്ങളെക്കാട്ടിലും ചെറിയ ഒരു ബാങ്ക്. ആ ബാങ്കിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? ഒരു റോക്കറ്റ് വിക്ഷേപിക്കുകയാണ് അവിടുന്ന് പൈസ എടുത്തിട്ട്. ആ റോക്കറ്റ് ആകട്ടെ എങ്ങനത്തെ റോക്കറ്റാണ്? ആ റോക്കറ്റ് സാധാരണ റോക്കറ്റ് ആവരുത്. സാധാരണ നിങ്ങൾ റോക്കറ്റ് കാണുന്ന ചിത്രത്തിൽ നിന്ന് മാറി അതിന്റെ തണ്ട് ചതുരമാക്കി വെക്കുക. നിങ്ങളുടെ മനസ്സിൽ കാണുന്ന ഒരു ചതുരത്തിന്റെ റോക്കറ്റ്, ചതുരാകൃതിയിലുള്ള റോക്കറ്റ് അതിന്റെ മുന്നുണ്ട്. നിങ്ങൾ ആ ബാങ്കിന്റെ മുകളിൽ നിക്ഷേപിക്കുകയാണ്. നിങ്ങൾ മറക്കില്ല, ബാങ്ക് റോക്കറ്റ്. എന്നിട്ട് നോക്കുക, ആ റോക്കറ്റ് പോവുകയാണ്. എങ്ങനെയാ റോക്കറ്റ് പോകുന്നത്? ആ റോക്കറ്റ്, ഇത് ഭൂമിയാണ്, ഇത് ചന്ദ്രനാണ്. ആ ഭൂമിയിൽ നിന്നും ചന്ദ്രനിലേക്ക് പോവുകയാണ് ആ റോക്കറ്റ്. തിരിച്ചിറങ്ങുകയാണ് 69. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മനസ്സിൽ നിന്നിട്ടുണ്ടായിരിക്കും. 1969 ബാങ്ക് ദേശസാൽക്കരണം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 69 ദേശസാൽക്കരണം മാത്രമല്ല, ഓപ്പറേഷൻ ഫ്ലഡ്, ഹരിത വിപ്ലവം കാർഷിക മേഖലയിലാണെങ്കിൽ, 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത്, 3ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ഹരിത വിപ്ലവമാണെങ്കിൽ, 4ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് ധവള വിപ്ലവം, ഓപ്പറേഷൻ ഫ്ലഡ്. ആ ഓപ്പറേഷൻ ഫ്ലഡ് അവിടെ അതിന്റെ ഭാഗമായി നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് അത് 3ാം പഞ്ചവത്സര പദ്ധതിക്കാലത്ത് സ്ഥാപിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഓപ്പറേഷൻ ഫ്ലഡ് വരുന്നു. 1970 നാഷണൽ ഡയറി ഡെവലപ്മെന്റ് 1970 നടക്കുന്നത്. 1970 ധവള വിപ്ലവം, അത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 4ാമത്തെ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ധവള വിപ്ലവം നടക്കുന്നത്. 1970. ഇനി പരീക്ഷാ ചോദ്യങ്ങൾ. 70 പഞ്ചവത്സര പദ്ധതി കാലത്ത് ധവള വിപ്ലവം നമുക്ക് എങ്ങനെ ഓർക്കാം? ധവള വിപ്ലവം ഓർക്കുമ്പോൾ നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി, ഇതൊരു ഗ്ലാസ് കണ്ടോ, ഒരു ഗ്ലാസ്. ആ ഗ്ലാസിൽ എന്ത് വന്നിട്ടുണ്ട്? ആ ഗ്ലാസ്സിൽ ഒരു ഉറുമ്പ് കിടക്കുന്നുണ്ട്. ആ ഉറുമ്പിനെ നിങ്ങൾ സ്പൂണ് കൊണ്ട് മാറ്റിയെടുക്കുകയാണ്. ഇത് 7, ഇത് 0. 1970 ധവള വിപ്ലവം. ഓക്കെ, ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ചോദ്യങ്ങൾ കൂടി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് ഈ ക്ലാസ് കഴിഞ്ഞു. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ചത് ഏത് കാലഘട്ടത്തിലാണ്? ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആരംഭിച്ചത്. 4ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1970 ധവള വിപ്ലവം. കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയ പഞ്ചവത്സര പദ്ധതി ഏത്? കുടുംബാസൂത്രണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓർക്കുക, എങ്ങനെയാണ്? നാം ഒന്ന് നമുക്കൊന്ന്. അപ്പൊ 1ാമത്തെ പഞ്ചവത്സര പദ്ധതി, 1ാം പഞ്ചവത്സര പദ്ധതി. NCERT സ്ഥാപിതമായത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ്? NCERT, UGC ഒക്കെ കണക്ട് ചെയ്ത് വെക്കുക. അതൊക്കെ 3ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. എന്നാൽ NCERTയും കൊത്താരി കമ്മീഷനും 3ാം പഞ്ചവത്സര പദ്ധതി കാലത്ത്. എന്നാൽ 1ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് IITകളും UGCയും. ഓർക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഓപ്പറേഷൻ ഫ്ലഡ് നടപ്പിലായത് ഏത് പഞ്ചവത്സര പദ്ധതിയിലാണ്? 4ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഹായ് ഫ്രണ്ട്സ്, ഡീറ്റെയിൽഡ് നോട്ട് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടത് ടെലിഗ്രാമിൽ കിട്ടും.
അതുകൂടാതെ ഇതിൽ നിന്നുള്ള ഒരു എക്സാം രാത്രി 7 മണിക്ക് പരമാവധി ഇതിൽ നിന്ന് PSCക്ക് വരുന്ന ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാവും. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനി ടെലിഗ്രാമിൽ കാണാം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. ക്ലാസ്സിനെ കുറിച്ചുള്ള കമന്റുകളൊക്കെ ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ആൾ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്ത